എനിക്കറിയില്ല, എൻ്റെ മാതാവിൻ്റെ ആ ഒരു കാശുരൂപം ആ ടേബിൾമ വെച്ചോണ്ടാവണം അവർക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു. അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചേ. അതിൽ 2 എണ്ണമാണ് ഞാൻ കറക്റ്റ് ആൻസർ പറഞ്ഞേ. ഒരെണ്ണം എനിക്ക് അറിയില്ല. അത് ഞാൻ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, മാം ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു. എനിക്ക് അപ്പം തന്നെ വിഷമവും സന്തോഷവും എല്ലാം കൂടി വരുന്നുണ്ട്. അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയത്. ആദ്യമായി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം നൽകാൻ കൃപ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ആദ്യമേ തന്നെ ഞാൻ പറയുന്നു. എൻ്റെ പേര് കൊച്ചു ത്രേസ്യ വിൽസൺ. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ കല്ലേറ്റുങ്ങര ഉണ്ണിമിശിക ദേവാലയം ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു. ഞാൻ ഉടമ്പടിയെടുത്തത് 2022 സെപ്റ്റംബർ 22-നാണ്. ഉടമ്പടി എടുക്കുവാനുണ്ടായ ഒരു കാരണം, എൻ്റെ ഭർത്താവ് കോവിഡ് മൂലം മരണപ്പെട്ടു. 2021 ഏപ്രിൽ 23-നാണ് അദ്ദേഹം പോയത്. അത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. വീട്ടിൽ നിന്ന് നടന്നിറങ്ങിപ്പോയ അദ്ദേഹം പിന്നീട് വീട്ടിലേക്ക് കയറ്റാൻ പൂട്ടിയ അവസരത്തിലായിരുന്നു, അടച്ചു പൂട്ടിയ അവസരമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായ ദുഃഖമായിരുന്നു. എൻ്റെ മരുമകൻ ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഉടമ്പടി അടുപ്പിച്ചു. അതിൽ നിന്ന് പതിയെ ഞാൻ വിമോചിതയായി. കുറേയൊക്കെ കരയും. പിന്നീട് എനിക്ക് പെട്ടെന്ന് അതിൽ നിന്ന് മോചനം നൽകി. മാതാവ് എൻ്റെ കൂടെ എപ്പോഴും, ഈശോയും എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. അങ്ങനെ ഭർത്താവിൻ്റെ വിയോഗം ആ ദുഃഖം എന്നിൽ നിന്ന് എടുത്തെടുത്ത് പതിയെ കളഞ്ഞു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ എന്നും ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നേനെ. ഞാൻ ഈ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്നിരുന്നില്ല എങ്കിൽ പിന്നീട് ഞങ്ങളെ ഒരു 6.25 സെൻറ്റ് സ്ഥലവും ഒരു ഓടിട്ട വീടുമാണ് എനിക്ക് ആകെയുള്ള ഒരു സമ്പാദ്യം. 3 പെൺമക്കളും. മൂത്ത മോള് വിവാഹം കഴിച്ചയച്ചു. ഇനി താഴെ 2 പേരുണ്ട്. ഇത് ഇളയ മകളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നും കടമായിരുന്നു. സൊസൈറ്റിയിൽ, കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഞങ്ങളുടെ ആധാരം എന്നും പണയമായിരുന്നു. പിന്നെ ഭർത്താവിൻ്റെ വിയോഗവും അങ്ങനെ അടയ്ക്കാൻ പറ്റാതെ കോവിഡ് സമയവുമായതുകൊണ്ട് അങ്ങനെ 4 വർഷത്തോളം ലോൺ അവിടെ മുടങ്ങിക്കിടന്ന് പിഴയും പലിശ എല്ലാനുമായി പലിശ കൂടി വന്ന് 18 ലക്ഷത്തോളം രൂപ കടമായി വന്നു. ഒരു നിവൃത്തിയില്ല അടയ്ക്കാൻ. ഞാനിവിടെ ഇടയ്ക്കിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾക്ക് ഓടി വരെ. എനിക്കറിയാം, അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേൾക്കുമ്പോൾ എനിക്കൊരു സാന്ത്വനമായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഉപാധി എനിക്ക് അമ്മ മാതാവ് വഴി അച്ഛനിലൂടെ എനിക്ക് കിട്ടും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞങ്ങൾ 6ാമത്തെ പുതുക്കലിൽ എൻ്റെ മക്കൾക്ക് 3 പേർക്കും എനിക്കും ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസിന് മുന്നോടിയായ ഒരു നോട്ടീസ് വരികയാണ്. 4 ലക്ഷത്തോളം രൂപ ഉടനെ 7 ദിവസത്തിനുള്ളിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഒരു രക്ഷയുമില്ല. ഞാൻ മക്കളെ വിളിച്ചറിയിച്ചപ്പോൾ ഒന്നും ചെയ്യാനില്ല അമ്മയെന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഓടി ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ടോക്കൺ എനിക്ക് ബ്രദർമാരോട് പറഞ്ഞ് എനിക്ക് കിട്ടി. അച്ഛനെ കണ്ടു. കരച്ചിലോട് കരച്ചിൽ. അച്ഛൻ പറഞ്ഞു, നീ ഇവിടെ കരയാനാണോ വന്നിരിക്കുന്നത് എന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു. അപ്പോൾ തന്നെ എൻ്റെ കരച്ചിൽ നിർത്തി. ഞാൻ എൻ്റെ നിറകയിൽ അച്ഛൻ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. ഇത് കഴിഞ്ഞ ഉടനെ പറഞ്ഞു, നിൻ്റെ കൂടെ മാതാവുണ്ട്, നീ ഭൂമിയൊന്നും വിറ്റ് കളയണ്ട. ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ ഉള്ളൂ, എനിക്ക് പള്ളിയുടെ അടുത്താണ് എൻ്റെ വീട്, എനിക്ക് ഭയങ്കര ദുഃഖത്തിലാണ് അച്ഛൻ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഈ ഭൂമിയൊന്നും വിറ്റ് കളയണ്ട, നീ ധൈര്യമായിട്ട് പൊക്കോന്ന്. അത്രേ പറഞ്ഞുള്ളൂ അച്ഛൻ, വേറൊന്നും പറഞ്ഞില്ല. ഞാൻ രാത്രി 9 മണിയായി എൻ്റെ ഭവനത്തിലെത്തിയപ്പോൾ. ഞാൻ കഴിഞ്ഞ് ഒരു 11 മണിയായപ്പോൾ മെസ്സേജ് വിട്ടേക്കണം എൻ്റെ മോള്, അമ്മേ 4 ലക്ഷം രൂപ ഞാൻ ലോണൊക്കെ പെട്ടെന്ന് ശരിയായി, ഞാൻ നാളെ കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 ലക്ഷം രൂപ ഈ മോളുടെ ഒരു കൂട്ടുകാരി വഴിയായിട്ട് പലിശയില്ലാതെ അവൾക്കും കൊടുത്തു. ഉണ്ടാവുമ്പോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഒരു 2 ലക്ഷം കൂടി അയച്ചു. അങ്ങനെ 8 ലക്ഷം രൂപ തൽക്കാലത്തേക്കുള്ള ആശ്വാസത്തിന് ഞാൻ ഉടനെ പിറ്റേ ദിവസം 2 ദിവസത്തിനുള്ളിൽ ബാങ്കിൽ അത് തീർത്തു. അങ്ങനെ പിന്നെ 10 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതെൻ്റെ മോൾ അവിടെ നിന്ന് പുറത്തുനിന്ന് വന്ന് 3 പേരുടെയും കൂടി പേരിൽ, അപ്പച്ചൻ്റെ പേരിലുള്ള ഇത് ആധാരം കിടന്നായിരുന്നല്ലോ, അതൊക്കെ മാറ്റി 3 പേരുടെ പേരിലാക്കി ലോൺ വീണ്ടും പുതുക്കി വെച്ച് ഇപ്പോൾ ഈ 8ാമത്തെ ഉടമ്പടി പുതുക്കലിനോടുകൂടി എൻ്റെ അമ്മ മാതാവ് മാത്രം, ഈശോയും കൂടി ചേർന്ന് അമ്മയും മകനും കൂടി എൻ്റെ ഈ കടം
എന്നും കടമായിരുന്നു. എൻ്റെ ഭർത്താവ് ചോദിക്കും, എടി നമുക്ക് ഒരു രാത്രി നമ്മുടെ ആധാരം വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? അത് ദൈവം സഹായിച്ചു തരും ചേട്ടാ, സമാധാനപ്പെടുക. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ മരണം. അപ്പോൾ അത്രത്തോളം വിഷമങ്ങളിലായിരുന്നു. അങ്ങനെ ഈ ലോൺ അവളത് മാസാമാസം അടച്ച് ഇപ്പോൾ മൊത്തം സംഖ്യ അടച്ച് അവൾക്ക് നല്ലൊരു ഉയർന്ന ജോലി കൊടുത്ത് അങ്ങനെ ആ സംഖ്യ ഫുള്ളും 18 ലക്ഷം രൂപയും അടച്ചു തീർത്തു. ഇനി ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല, സമാധാനമാണ്. കടം എന്നുള്ളൊരു സംഭവം ഞങ്ങൾക്കില്ല ഇനി. അങ്ങനെ എനിക്കെങ്കിലും ഒരു സമാധാനത്തോടെ ഇരിക്കാനുള്ള അനുഗ്രഹം മാതാവ് ഈശോയും എനിക്ക് നൽകി. പിന്നെ എനിക്ക് ഇങ്ങനെ ഞാനൊരു 5ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്തായിരുന്നു എനിക്കൊരു അപകടമുണ്ടായി. ഞാൻ കുരട്ടി എപ്പോഴും ഞാൻ അങ്ങാടിയിൽ പോകുമ്പോഴും കടയിൽ പോകുമ്പോഴൊക്കെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ബാഗിൻ്റെ ഉൾക്കള്ളിയിൽ ഞാൻ ഇടും, എവിടെ പോകുമ്പോഴും ഉണ്ടാവും. അപ്പം ഞാൻ അതും ഒരു പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കുരട്ടിയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ കാണാൻ പോവുകയായിരുന്നു. കുരട്ടി ഹൈവേയിൽ വെച്ച് ഞാൻ അവിടെ നിന്ന് മുറിഞ്ഞു കടന്നതാണ്. ഞാൻ അപ്പുറത്ത് കുരട്ടി പള്ളിയിൽ അവിടേക്കുള്ള ബസ് കിട്ടി. അവിടെ നിന്ന് മുറിഞ്ഞു കടന്ന് അവിടെ നിന്ന് സിഗ്നൽ തുറന്ന വഴി ഈ വണ്ടികൾ മുഴുവനും പിന്നിക്കൂടെ വന്നു. ഞാൻ റൈറ്റ് സൈഡിൽ കൂടെ തന്നെയാണ് നടന്നത്. എല്ലാവരും പറഞ്ഞു. എൻ്റെ പിന്നിൽ വന്ന് ഒരു ബൈക്ക് ഇടിച്ച് വട്ടം കറങ്ങി. ഇത്രയും ആരോഗ്യം കുറഞ്ഞ എനിക്ക് അറിയാമല്ലോ എല്ലാവർക്കും. അങ്ങനെ ഞാൻ ആ വട്ടം കറങ്ങി കൂടി നിന്നു ബൈക്ക് ഇടിച്ചിട്ട്. എൻ്റെ ചെരുവിരലിൽ കൂടി ബൈക്ക് കയറി. ആ വിരലിൻ്റെ കുറച്ച് തൊലി പോയി. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. വീണെങ്കിൽ എൻ്റെ മുതുകിൽ കൂടി എല്ലാവരും പറഞ്ഞു ബൈക്ക് കയറി ഇറങ്ങിയേനെന്ന് പറഞ്ഞു. എന്നെ അങ്ങനെ അത്ഭുതകരമായി മാതാവ് രക്ഷപ്പെടുത്തി. എനിക്ക് ഒന്നും പറ്റിയില്ല. ഞാൻ അങ്ങനെ തന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തിച്ചേർന്നു വൈകുന്നേരമായപ്പോൾ. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ പേര് റൈമി. ഞാനൊരു അധ്യാപികയാണ്. കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ടീച്ചേഴ്സായിട്ടുള്ളവർക്കറിയാം, നമുക്ക് കേരളത്തിൽ ലഭിക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുവാണ് തുച്ഛമായ ശമ്പളമാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നായതുകൊണ്ട് EMI അടയ്ക്കാനും ബാക്കി കാര്യങ്ങൾക്കും എൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ടുള്ള ആ ഒരു ശമ്പളത്തിൽ നിന്ന് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തായിരുന്നത് കഴിഞ്ഞ വർഷമാണ്. ഇപ്പോൾ 2 പുതുക്കൽ കഴിഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, അമ്മയ്ക്ക് എനിക്കൊരു നല്ലൊരു ജോലി തരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോവാണ്. എൻ്റെ മനസ്സിൽ വന്നത് ചെന്നൈ എന്നാണ്. ചെന്നൈയിൽ ഞാൻ ഏറ്റവും ടോപ്പ് സ്കൂളായിട്ടുള്ള എനിക്ക് 2 സ്കൂള് കാണിച്ചു തരണം. ആ 2 സ്കൂളിലേക്കാണ് ഞാൻ CV അയക്കുള്ളൂ. അങ്ങനെ പറഞ്ഞ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ടോപ്പ് മോസ്റ്റ് സ്കൂൾസ് ആയിട്ടുള്ള 2 ഇൻ്റർനാഷണൽ സ്കൂൾസിൻ്റെ പേര് വന്നു. സോ ഞാൻ അതിലേക്ക് 2ലേക്കും കവർ ലെറ്റർ അടക്കം ഞാൻ അയച്ചു. അപ്പോൾ അവിടുത്തെ കോളേജിലെ കമ്പ്യൂട്ടർ ലാബിൽ ഇരുന്നിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ള കൊളീഗ്സിനോടൊന്നും ഞാനിത് പറഞ്ഞിട്ടില്ല. ഞാൻ അയച്ചു. കറക്റ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചു, ഇൻ്റർവ്യൂവിന് വരണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഞങ്ങൾക്ക് ആ ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് വരും. അപ്പോഴും ഞാൻ അവരോട് ചോദിച്ചു, മാം ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുവാണേ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ മീ. കാരണം ബാക്കി കൂടുതൽ എക്സ്പെൻസുകളൊക്കെ നമുക്ക് കുറയ്ക്കാം ജോലി. എന്നിട്ട് ഞാൻ സെലക്റ്റഡ് ആവുകയാണെങ്കിൽ ഞാൻ ഓഫ്ലൈനായിട്ട് വന്നാൽ പോരെയെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞില്ല, ഓൺലൈൻ ഒട്ടും നടക്കില്ല, ഓഫ്ലൈനായിട്ട് തന്നെ എത്തണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു നിങ്ങൾക്ക് ഡേറ്റ് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ സ്വന്തം അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. വീട്ടിലെത്തി ബൈബിള് ഞാൻ തുറന്ന് വായിച്ചു. അപ്പോഴാണ് എന്തായാലും മുന്നോട്ട് പ്രൊസീഡ് ചെയ്തോ എന്നുള്ള രീതിക്കുള്ളൊരു പോർഷനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, ഓൾറെഡി ഞാനിങ്ങനെ പുറത്തൊക്കെ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളതാണ്, അതേപോലെ തിരിച്ച് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ പൈസ കളയണോ മോളെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് ഒരു ഫ്രൈഡേ പറഞ്ഞു. കാരണം അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് തേഴ്സ്ഡേ ആണ് അവർ പറഞ്ഞത്. തേഴ്സ്ഡേ പറഞ്ഞാൽ എൻ്റെ 2 ദിവസത്തെ ലീവ് പോവും, ലോസ് ഓഫ് പേ ആവും, അത്രയും ക്യാഷ് കളയണ്ട. ഫ്രൈഡേ പറഞ്ഞ് തേഴ്സ്ഡേ ഞാൻ കോളേജിൽ പോയി. വൈകിട്ട് സ്ലീപ്പർ ബസ്സിന് ടിക്കറ്റ് എടുത്ത് ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്യാണ്. ഫ്രൈഡേ മോർണിംഗ് റിപ്പോർട്ട് ചെയ്യാണ്. റിപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും സ്കൂളിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളൂ. അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ 3.5 ഇയർ ഓഫ് മിനിമം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ മെറിറ്റിൻ്റെ ബേസിസിൽ എനിക്കൊന്നും കിട്ടാനില്ല.
എങ്കിലും ഞാൻ വിചാരിച്ചേ അവർ തരുന്ന ആ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ എൻ്റെ കോളേജ് ലെവൽ എക്സ്പീരിയൻസ് 2.5 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 3.5 ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് ചെന്നത്. അവിടെ ചെന്നപ്പോൾ അവർ സ്കൂൾ എക്സ്പീരിയൻസ് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് പകുതി പോയി. അപ്പോഴും ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശ് രൂപം ഞാനൊരു ചെപ്പിയിലാക്കി വെച്ചേക്കുന്നത്. അത് എൻ്റെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഫയലിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ തന്നെ ഞാനിത് ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമിഴിലാണ് സംസാരിക്കുന്നത്. പക്ഷെ നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാം. ഒട്ടും മെറിറ്റില്ലാത്ത, ഒട്ടും ക്വാളിഫൈഡ് അല്ലാത്തൊരു കുട്ടീനെ ആരാണ് കേരളത്തിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ച് എന്നാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എൻ്റെ ഫുൾ കോൺഫിഡൻസ് പോവാണ്, എനിക്ക് ഇൻ്റർവ്യൂ പോകേണ്ട മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ബൈബിളിരുന്ന് വായിക്കാൻ പോവാണ്, നീ കയറിക്കോ. അപ്പം എൻ്റെ പ്രതീക്ഷ അവരെന്നെ വിളിക്കില്ല എന്ന് തന്നെയാണ്. പക്ഷേ അവരെന്നെ വിളിച്ചു. ഒരു 4 പേരുണ്ടായിരുന്നു, 3 സാറുമാരും ഒരു ടീച്ചറും. അവർ ഫസ്റ്റ് തന്നെ ചോദിച്ചു, ഇൻട്രൊഡക്ഷൻ ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുണ്ട്, 2.5 ഇയർ ഓഫ് എക്സ്പീരിയൻസ് കോളേജിലാണ്, 1 ഇയർ എനിക്ക് സ്കൂളിലുള്ളൂ. അപ്പം തന്നെ അവരുടെ മുഖം മാറി. അവരെന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ക്ലാസ് ഞാൻ എടുത്തു. എനിക്കറിയില്ല, എൻ്റെ മാതാവിൻ്റെ ആ ഒരു കാശ് രൂപം ആ ടേബിൾമ വെച്ചോണ്ടാവണം അവർക്കെൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു. അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചേ. അതിൽ 2 എണ്ണമാണ് ഞാൻ കറക്റ്റ് ആൻസർ പറഞ്ഞത്. ഒരെണ്ണം എനിക്കറിയില്ല. അത് ഞാൻ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, മാം ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളൊരു ഇൻ്റർവ്യൂ ബോർഡിന് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരത് നെഗ്ലക്റ്റ് ചെയ്യും. പക്ഷേ അവിടുത്തെ സാറുമാർ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെടുന്നുണ്ട്. ദെൻ പിന്നെ അവർ പറഞ്ഞു, +1 +2 എടുപ്പിക്കാനായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, സോ 10th തരട്ടെ മോൾക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞൊരു 5 മിനിറ്റ് ക്ലാസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ ആ ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടല്ല ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, മാം നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് തരികയാണേ 5 or 6 മിനിറ്റിൽ ഞാൻ പ്രിപ്പയർ ചെയ്തോളാം, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രതീക്ഷയില്ല. ബട്ട് അവരെന്നെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി സ്റ്റുഡൻസിൻ്റെ മുന്നിൽ വെച്ച് ക്ലാസ് എടുത്തു. അപ്പോഴും ഞാൻ എൻ്റെ ഫയലും കൊണ്ടാണ് ക്ലാസ്സിലോട്ട് പോയത്. ടെക്സ്റ്റ് മാത്രം കയറ്റിയാൽ മതി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ, കാരണം ഫയലിൻ്റെ ഉള്ളിൽ എൻ്റെ മാതാവുണ്ട്. മാതാവിനെയും കയറ്റിയിട്ടാണ് ഞാൻ ടേബിളിൽ വെച്ചു, ചോക്കെടുത്തു, ക്ലാസ് എടുത്തു. അവർ ലാസ്റ്റ് മിനിറ്റിൽ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ കൂടെ 5-6 പേരുണ്ടായിരുന്നു, അവരെ ക്ലാസ് എടുപ്പിച്ചില്ല, പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് അപ്പം തന്നെ വിഷമവും സന്തോഷവും എല്ലാം കൂടി വരുന്നുണ്ട്. അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയത്. ഹയസ്റ്റ് സാലറിയാണ് ഞാൻ പ്രതീക്ഷ അത്രയും സാലറി എനിക്ക് കിട്ടി. ഈ മന്ത് ലാസ്റ്റ് എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞേക്കാണ്. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഉടമ്പടി ജീവിതം ഞാൻ വളരെയധികം സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ഞാൻ നീങ്ങിപ്പോകുന്നത്. ദിവസേന ഞാൻ എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കും. അതുപോലെ പുലർച്ചെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ഞാൻ അതുകൂടി അപ്പോൾ തന്നെ ഞാൻ 5:30 തന്നെ അതുകൂടി അപ്പോൾ തന്നെ ഞാൻ ഷെയർ ചെയ്യല്ല, ഞാൻ സ്റ്റാറ്റസ് ഇടുക ചെയ്യൽ. ആദ്യം 1-2 പ്രാവശ്യം ഷെയർ ചെയ്ത് പിന്നെ സ്റ്റാറ്റസ് ഇടും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആഴ്ചയിലൊരിക്കലുള്ള അച്ഛൻ്റെ ഏകദിന ധ്യാനം ഞാൻ ഒരു ദിവസവും ഞാൻ മുടക്കില്ല, ഒരാഴ്ചയും ഞാൻ മുടക്കില്ല, അപ്പോൾ തന്നെ സ്റ്റാറ്റസ് ഇടും. അതുപോലെ തന്നെ ഞാൻ ദിവസേന ഒരു ദിവസം പോലും ഞാൻ ദിവ്യബലി മുടക്കിയിട്ടില്ല. അഥവാ വല്ല അസുഖം വന്നാൽ മാത്രമാണ് ഞാൻ, അതിന് പകരം ഞാൻ ഒരു ദിവസം ഞാൻ 2 കുർബാന ഞാൻ കൂടും. അടുത്താണ് പള്ളി, എനിക്ക് സൗകര്യമുണ്ട്, ഞാൻ പോവും ഞാൻ. അതുപോലെ തന്നെ എനിക്ക് കുമ്പസാരം ഞാൻ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ഒരിക്കൽ കുമ്പസാരിക്കും. ഞാൻ അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നതുപോലെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ ചാലക്കുടി ബസ് സ്റ്റാൻഡിലുള്ള ഒരു പാവപ്പെട്ടവർക്കൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ അങ്ങനെ പറ്റാത്ത സമയത്ത് ഞാനൊരു അവശരായി കാണുന്നവർക്കൊക്കെ ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെ ഞാൻ പൈസ ഉള്ള പോലെ നമ്മുടെ കയ്യിലുള്ള പോലെ ഞാൻ കൊടുക്കും. പിന്നെ ഒരു ക്യാൻസർ രോഗിക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്, ആൾക്കൊരു തുക ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്നതിൽ ഉള്ളതിലുപരി ഞാനായിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മ മാതാവിൻ്റെ കാര്യത്തിന് വേണ്ടി അമ്മ മാതാവ് എനിക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾ കൃപകളും ഒരുപാട് എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഒന്നും എനിക്കിവിടെ ഞാനിപ്പോൾ പറയാൻ സമയമില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി നന്ദി ഞാൻ അമ്മയ്ക്കും
പിന്നെ പത്രം ഞാൻ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ, ചാലക്കുടി നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുപോയി കടകൾ തോറും കയറി ഇറങ്ങി ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പോയും കൊടുക്കും. ഇവളുണ്ടാവില്ല ചിലപ്പോഴൊക്കെ കുറവാണ്, ഞാൻ കൊടുക്കും. ഞാൻ അതുപോലെ തന്നെ ഞാൻ ഓട്ടോറിക്ഷക്കാർക്കും എല്ലാവർക്കും, പിന്നെ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലുള്ള രോഗികളെ കണ്ട് അവർക്ക് ഞാൻ കൊടുക്കും. പോട്ടധന്യ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും. ഞാൻ അവർക്ക് എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ പറയും. എൻ്റെ ഭർത്താവ് പോയതിനുള്ള എല്ലാ അനുഭവങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ പത്രം അവർക്ക് കൈമാറുന്നത്. അങ്ങനെ അമ്മ മാതാവും ഈശോയും എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വീണ്ടും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു.